നമ്മളെപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ വ്യസനം എന്ന് പറയുന്നത് നമ്മൾ തോറ്റുപോകുമോ എന്നോർത്തിട്ടായിരിക്കില്ല, വിജയിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കും. വിഷം ചീറ്റുന്ന കാര്യത്തിൽ പാമ്പുകളെക്കാൾ ഒരു പടി മുകളിലാണ് എപ്പോഴും മനുഷ്യർ. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുക സ്വന്തം മനസ്സാക്ഷിയോട്. ഒരിക്കലും മാറ്റാനാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉചിതം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി 1000 തവണ ആകുലപ്പെട്ടിട്ടും പ്രയോജനമില്ല. കയറിപ്പോകുന്ന പടികളെ മറക്കാതിരിക്കുക. തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ നിങ്ങൾക്ക് വീണ്ടും ആവശ്യമായി വന്നേക്കാം. ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. ഉയർച്ചകളിൽ അഹങ്കരിക്കാതിരിക്കുക, താഴ്ചകൾ കണ്ട് പിന്മാറാതെ ഇരിക്കുക. ഒരു നിമിഷം കൊണ്ട് എടുക്കുന്ന വൈകാരികമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാമെന്നതിനാൽ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബലമില്ലാത്ത ഒറ്റ കണ്ണി മതി ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ. അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒറ്റ ബലഹീനത മതി നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർത്ത് കളയാൻ. ജീവിതത്തോട് മടുപ്പ് തോന്നാൻ 1000 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് മുൻപോട്ടുള്ള ജീവിതത്തിന് കരുത്തേകും. ആരെയും കൂടുതലായി ജീവിതത്തോട് ചേർത്ത് പിടിക്കരുത്. കാരണം അവരുടെ പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. പലപ്പോഴും പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങൾക്ക് അത്ര വേഗത്തിൽ ലഭിച്ചു എന്ന് വരില്ല. എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നില്ലല്ലോ എന്ന ഓർമ്മ ഉണ്ടായിരിക്കണം. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് അത്ര എളുപ്പമല്ലെങ്കിലും നിങ്ങളിലെ ചില മാറ്റങ്ങളുടെ സ്വാധീനത്താൽ അവരെ വീണ്ടും നിങ്ങളുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ഒരേ സമയം മുറിപ്പെടുത്തുവാനും മുറിവുണക്കുവാനും കഴിയുന്ന ഒന്നാണ് വാക്ക്. നിങ്ങളുടെ വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ആ വിജയത്തിനു വേണ്ടി സഹിച്ച സഹനങ്ങൾക്ക് വില നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. അതാരും അറിയുകയുമില്ല. അതിയായി ആഗ്രഹിക്കുക. നേടിയെടുക്കണമെന്ന ഇച്ഛാശക്തിയോടെ നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക. വിജയം ഉറപ്പാണ്. സ്നേഹം മാത്രമല്ല, കോപവും ബന്ധങ്ങളുടെ ഭാഗമാണ് എന്ന അവബോധമുണ്ടെങ്കിൽ പരസ്പരം അറിഞ്ഞവർ അത് മനസ്സിലാക്കി മുൻപോട്ടു പോകും. സ്നേഹം സ്വാർത്ഥത മാത്രമായി മാറിപ്പോയാൽ അത് പിന്നെ നിലനിൽക്കില്ല, എത്ര ന്യായങ്ങൾ നിരത്തിയാലും. ആവശ്യ നേരങ്ങളിൽ വിവേകമുള്ളവർ സംസാരിക്കുന്നു. എന്നാൽ വിഡ്ഢികൾക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും വേണമെന്നില്ല. യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നല്ല, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നാണ്. നല്ല കേൾവിക്കാരാകുക. മറുവശം നിൽക്കുന്ന ആളിനെ പൂർണ്ണമായി ശ്രവിക്കാൻ ക്ഷമ കാണിക്കുക, മനസ്സ് കാണിക്കുക. എങ്കിൽ മാത്രമേ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, ശരിയായ മറുപടി നൽകുവാനും. ഉപാധികൾ ഒന്നുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരേയൊരു ജീവൻ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അതാണ് അമ്മ. പക്ഷേ അതിലുമുണ്ട് കളങ്കം. അതുമിപ്പോൾ ദൂരെ ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുന്നത് പോലെയേ ഉള്ളൂ എന്നതാണ് സത്യം. മറ്റൊരാളുടെ തെറ്റുകൾ കാറ്റിൽ പറക്കുന്ന പതിരിന് സമാനം ചൂണ്ടിക്കാണിക്കുന്ന ഒരുവൻ, പക്ഷേ സ്വന്തം തെറ്റുകൾ തന്ത്രശാലിയായ ചൂതാട്ടക്കാരൻ തൻ്റെ പകിടകൾ മറച്ചു വെക്കുന്നത് പോലെ മറച്ചു വയ്ക്കും. സുഖവും ദുഃഖവും തമ്മിൽ അധിക ദൂരമില്ല എന്നതാൽ ഇവ രണ്ടിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടെന്നാണ്. പരാജയത്തിൻ്റെ കയ്പ് എന്തെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടത് വിജയത്തിലൂടെയാണ്.